ശബരിമലയിൽ തന്നെയാണ്. അവിടെ ഇന്നലെ സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനകൾ ഇന്ന് പൂർത്തിയായേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ ഇന്ന് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. പാളികളുടെ അളവും തൂക്കവും സ്വർണത്തിന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്തും. ദേവസ്വം മഹസർ പ്രകാരം സന്നിധാനത്ത് വഴിപാടായി ലഭിച്ച സ്വർണ്ണ ആഭരണങ്ങളുടെ പരിശോധനകൾ ഇന്നലെ നടന്നിരുന്നു. നന്ദുഷയാണ് വിവരങ്ങൾ നൽകുന്നത്. നന്ദുഷ, ഇന്നലെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പരിശോധനകൾ നടത്തിയത്. അതിൽ പ്രത്യേകിച്ച് ഈ വഴിപാടായി ലഭിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ച് അത് മഹസറിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് നിലവിൽ എത്തിച്ച സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും കൃത്യമായ പരിശോധന നടക്കും. ഇപ്പോൾ എത്ര തൂക്കം അതിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടക്കുമെന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ പരിശോധനകൾ ഇന്ന് പൂർത്തിയാക്കും. അതിനപ്പുറത്തേക്കുള്ള ഒരു കൗതുകം എന്ന് വെച്ചാൽ ഈ സ്വർണ്ണപ്പാളികളും അതിന്റെ കട്ടിളയിലെ സ്വർണം വരെ പോയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ വഴിപാടായി ലഭിച്ച സാധനങ്ങളിലൊക്കെ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അത് മാസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായി അതിന്റെ കണക്ക് പോലും അറിയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തലുകളിലേക്ക് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിലുള്ള അമിക്കസ് ക്യൂറിയുടെ സംഘം എത്തിച്ചേർന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ നിർണായകമാണ്. അപ്പോൾ ഇന്ന് സന്നിധാനത്ത് എന്തൊക്കെ നടക്കും നന്ദുഷ? ജിൽസി, ഇന്നലെ 11 മണി മുതലാണ് സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന സന്നിധാനത്ത് ആരംഭിച്ചത്. ഈ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ ദേവസ്വം മഹസറിലുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ സ്വത്തുവകകളൊക്കെ തന്നെ ഈ സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ള പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. അത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീടാണ് അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദേവസ്വം മഹസറിൽ 2017 ശേഷം വഴിപാടായി കിട്ടിയ സ്വർണം, വെള്ളി, ആഭരണങ്ങളുടെ കണക്കുകൾ കൃത്യമായി ചേർത്തിട്ടില്ല എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രത്യേക സംഘത്തെ തന്നെ ശബരിമലയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. ഏതായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കെ ടി ശങ്കറിന് പുറമെ സ്വർണത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാനുള്ള ഒരു പ്രത്യേക സംഘവും കൂടി ഈ ജസ്റ്റിസിനൊപ്പം ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പരിശോധനകൾ കൂടി നടന്നു വരികയാണ്. ഏതായാലും ഇന്ന് പ്രധാനമായും കെ ടി ശങ്കരൻ പരിശോധിക്കുക അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്ത് എത്തിച്ച സ്വർണ്ണപ്പാളികളുടെ ക്വാളിറ്റിയാണ്. സ്വർണത്തിന്റെ അളവ് ഉൾപ്പെടെ പരിശോധിക്കാനാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചെമ്പ് പാളിയിൽ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണെന്നാൽ സ്വർണത്തിൻ്റെ മാത്രം അളവ് വേർതിരിച്ച് പെട്ടെന്നറിയാൻ കഴിയില്ല. അത്തരമുള്ളൊരു സാങ്കേതിക പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും മൊത്തത്തിലുള്ള സ്വർണ്ണപ്പാളിയുടെ തൂക്കത്തെ വ്യക്തമായി രേഖപ്പെടുത്താനാകും എന്ന് തന്നെയാണ് ഇന്നത്തെ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവസ്വം വിജിലൻസ് സംഘവും ഈ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായി ഈ കണക്കെടുപ്പ് മാറിയേക്കാം. കാരണം സ്ട്രോങ് റൂമിനെ പറ്റിയുള്ള ധാരണയും ദേവസ്വം മഹസറിനെ പറ്റിയുള്ള ധാരണയും ഒക്കെ തന്നെ ദേവസ്വം വിജിലൻസിൽ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിനും ഈ പരിശോധനയുടെ ലഭിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം ശബരിമലയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള വഴിപാടായി ലഭിച്ചിട്ടുള്ള ആഭരണങ്ങളുടെയും വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും ഒക്കെ ഒരു കണക്കെടുപ്പ് കൂടിയാണ് ഈ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈക്കോടതി അത്തരത്തിലുള്ള ലക്ഷ്യമിടിയിലും ഈ കാര്യം കൊണ്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ വസ്തുവകകളൊക്കെ തന്നെ ശബരിമലയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ എന്തൊക്കെ, ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്കെടുപ്പ് നടത്തി ഇത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു നീക്കവും കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും അത്തരമൊരു നീക്കം മുൻപേ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജിൽസി മുൻപ് പറഞ്ഞതുപോലെ എത്രയൊക്കെയാണ് സമർപ്പിക്കപ്പെട്ടത് എന്നുള്ള ഒരു ധാരണ ശബരിമലയിൽ ഉണ്ടാകുമായിരുന്നു. നമുക്ക് പലർക്കുമുള്ള ഒരു സംശയങ്ങൾ, പ്രേക്ഷകർക്കും അതുപോലെ നമുക്ക് മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം അന്വേഷണ സംഘത്തിനും വരെയുള്ള ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മുൻപേ ഈ കണക്കുകളൊക്കെ വ്യക്തമായി സൂക്ഷിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഏതായാലും അത്തരമൊരു പാളിച്ച ഇനി തുടർന്ന് ശബരിമലയിൽ ഉണ്ടാകരുത് എന്ന് ലക്ഷ്യമിട്ട് അത്തരമൊരു പഴുത് അടയ്ക്കാനുള്ള നീക്കത്തിൻ്റെ തുടക്കം എന്നോണമാണ് കെ ടി ശങ്കരൻ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം ശബരിമലയിൽ വഴിപാടായി ലഭിക്കുന്ന വസ്തുവകളൊക്കെ തന്നെ ദേവസ്വത്തിൻ്റെ 4-ാം നമ്പർ രജിസ്റ്ററിൽ ചേർക്കണം എന്നുള്ള ഒരു നിയമം കൂടിയുണ്ട്. ആ കാര്യം കൂടി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. ഏതായാലും നാളെയാണ് ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ പരിശോധന ഇന്ന് അവസാനിക്കും. നാളെ രാവിലെ കെ ടി ശങ്കരൻ ഉൾപ്പെടെയുള്ള സംഘം ആറന്മുളയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.